ഇപ്പോഴത്തെ ഗൈഡൻസിനായിട്ട് ഞാൻ മോണോളജി കാർഡ് നോക്കി. അപ്പോൾ കിട്ടിയിരിക്കുന്നത് യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ എന്ന ഒരു സജഷൻ, ഒരു മെസ്സേജാണ്. അതായത് അറിയാലോ, നമുക്ക് ഗോളോ ഡ്രീമോ എന്ത് നമ്മുടെ എയിം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് കൃത്യതയോടുകൂടിയൊരു പ്ലാൻ ഉണ്ടാക്കണം. അല്ലാതെ എല്ലാം കൂടെ നമ്മൾ ഓടിപ്പിടച്ച് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടില്ല. ഷാറ്റേഡ് ആയിപ്പോവും, നമ്മുടെ ആക്ഷൻസൊക്കെ പല വഴിക്കായിപ്പോവും. അതുകൊണ്ട് ഏതാണോ നമ്മുടെ ഡ്രീം, എയിം എന്താണോ കൃത്യമായിട്ട് ആദ്യം ഗോൾ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആക്ഷൻ എടുക്കുക. ഈ ആക്ഷൻ ശരിക്കും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കണം, കൃത്യത ഉണ്ടാവണം. എവിടെയാണ്, എന്താണ് എൻ്റെ ലക്ഷ്യം, അതെങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പീരീഡ് ഓഫ് ടൈം, ഡ്യൂറേഷൻ എത്രയാണ്, അതിന് ഞാൻ എന്ത് എഫേർട്ട് എടുക്കണം, ആരുടെയൊക്കെ ഹെൽപ്പ് ഞാൻ ചെയ്യണം, എന്തൊക്കെ എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഞാൻ ഈ രീതിയിലൂടെ പോയാൽ എങ്ങനെ അതിലെനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, അച്ചീവ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം, അതിൽ ഡീമെറിറ്റ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പ്ലാൻ തയ്യാറാക്കുക എന്നാണ് മോണോളജി കാർഡ് തരുന്ന സന്ദേശം.